കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിലെ ബന്ധമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ബന്ധമാണ്. അതിനനുസരിച്ച് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ അതായത് കേന്ദ്രം അതിനെ ലഘൂകരിക്കുകയോ അതിനെ വളച്ചൊടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയിൽ പോകാം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കുറ്റം കൊണ്ടാണ് അവരുടെ ധനപ്രതിസന്ധി ഉണ്ടാകുന്നത് എങ്കിൽ അത് കേന്ദ്രത്തിന്റെ മേൽ പഴി ചാരാൻ പറ്റുകയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോടതി ഇതേപ്പറ്റി വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സംസ്ഥാനങ്ങൾക്ക് സഹായകമായ ചില നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകും. അത് ഏത് പരിധി വരെ എന്ന് ഞാൻ ഒന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനം പറയുന്നത് ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ അനുസരിച്ച് 14ാം ധനകാര്യ കമ്മീഷൻ 2.5% അതായത് സെൻട്രൽ പൂളിൽ നിന്ന് ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന് കൊടുത്തപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ അത് 1.93% കുറച്ചു കളഞ്ഞു. ഒരു കടുംവെട്ട് വെട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കടുംവെട്ട് കേരളത്തിന് മാത്രമായിട്ട് വന്നതല്ല, അത് അധിഷ്ഠിതമായിട്ട് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് എന്തൊക്കെയാണ് അവിടെ മാനദണ്ഡങ്ങളായിട്ട് വന്നത്? ഒന്ന്, പോപ്പുലേഷൻ ഒരു മാനദണ്ഡമാണ്. അപ്പോ ഈ 14ാം ധനകാര്യ കമ്മീഷൻ വരെ സ്വീകരിച്ചിരുന്നത് 1971 പോപ്പുലേഷൻ ആയിരുന്നു. അതനുസരിച്ച് അന്നത്തെ പോപ്പുലേഷൻ അനുസരിച്ച് ഇന്ത്യൻ പോപ്പുലേഷന്റെ 3.83% കേരളത്തിന്റെ പോപ്പുലേഷൻ. പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ 2011 പോപ്പുലേഷനാണ് ആധാരമായിട്ട് എടുത്തത്, അതിന്റെ മാനദണ്ഡം അനുസരിച്ച് എടുത്തത്. അപ്പോ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.6% കേരളത്തിന്റെ പോപ്പുലേഷൻ ചുരുങ്ങിയിരിക്കുന്നു. അത് കാരണം കൊണ്ട് ആ നോം, അതായത് പോപ്പുലേഷന് ഈ 15ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്ന വെയിറ്റേജ് 100ൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 15%. അപ്പോൾ നമുക്ക് കേരളത്തിന് ആ 15% വെയിറ്റേജ് നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ ഇങ്ങനെ പോപ്പുലേഷൻ പോളിസി, അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളാണ് എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും, അതുപോലെ തന്നെ കുറെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞിരുന്നു. അപ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോൺക്ലേവ് നടത്തി, ഈ വിവരം പുറത്തു വന്ന വെബ്സൈറ്റിൽ തന്നെ വന്ന സമയത്ത് തന്നെ കോൺക്ലേവ് നടത്തി ഇത് കേരളത്തിനും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും, അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി അനുവർത്തിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ ഇത് ഇരുട്ടടിയായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺക്ലേവിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഇക്കാര്യം രാഷ്ട്രപതിക്ക് മെമ്മോറാണ്ടമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്റെ പൂർണ്ണ വിശ്വാസവും അങ്ങനെയാണ് ആ രണ്ടാമത്തെ നോം ഉണ്ടാകുന്നതാണ്. ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞ് രണ്ടാമതൊരു നോമുണ്ട്. ആ നോം അനുസരിച്ച് 12.5% വെയിറ്റേജ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ 12.5% വെയിറ്റേജ് കേരളത്തിന് കിട്ടിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ 12.5% വെയിറ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ ആ ഒരു ക്ലെയിം തെറ്റായി പോകുന്നു. ഇനി മൂന്നാമതൊരു വെയിറ്റേജ് ഉണ്ട്. എന്താണത്? ഇൻകം ഡിസ്റ്റൻസ് എന്നുള്ളതാണ് മൂന്നാമത്തെ വെയിറ്റേജ്. ഞാൻ കേന്ദ്ര ഗവൺമെന്റ് എതിരെ സുപ്രീം കോടതി തീരുമാനം എടുക്കില്ല എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഈ മൂന്നാമത്തത് ഇൻകം ഡിസ്റ്റൻസ്. എന്താണ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ നോം? ആ നോം എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും തമ്മിൽ താരതമ്യം ചെയ്യുക. ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് 45% വെയിറ്റേജ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ ഇൻകം ഡിസ്റ്റൻസിനാണ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുള്ള സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ആ ഡിഫറൻസ് നോക്കിയിട്ട് ലോവസ്റ്റിന് 45% വെയിറ്റേജ് കിട്ടുന്ന തരത്തിൽ ഡെവല്യൂഷൻ നടത്തുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന്, കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിന്, കർണാടകത്തിന്, പിന്നെ മഹാരാഷ്ട്രയ്ക്ക് ഒന്നും കിട്ടില്ല. കാരണം ഈ സംസ്ഥാനങ്ങളൊക്കെ നല്ല പെർ ക്യാപിറ്റ ഇൻകം. നമ്മുടെ കേരളത്തിൻ്റെത് ഇന്ത്യയുടെ 6th ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ആണ്. അപ്പൊ നാച്ചുറലി നമുക്ക് ആ നോം അനുസരിച്ച് കിട്ടില്ല. ആ നോം അനുസരിച്ച് UP പോലെ, ബീഹാർ പോലെ, രാജസ്ഥാൻ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനങ്ങളാണ്, അവയ്ക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അയ്യോ അവർക്കൊക്കെ ഒത്തിരി കിട്ടി, ഞങ്ങൾക്ക് ഇത്തിരി കിട്ടിയുള്ളൂ എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഡെമോക്രസിയിലെ
വെൽഫെയർ നോംസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരിയായിരുന്നു ആ തീരുമാനം. ഇനിയുണ്ട്, തീർന്നില്ല. നാലാമത്തെ ഒരു നോമുണ്ട്, അതായത് ഫിസ്ക്കൽ എഫേർട്ട് എന്ന് പറയും. എന്താണ് ഈ ഫിസ്ക്കൽ എഫേർട്ട് എന്ന് പറയുന്നത്? അതായത് എങ്ങനെയാണ് നമ്മുടെ ഫിസ്ക്കൽ മാനേജ്മെന്റ്, അതായത് ധനസമാഹരണം എങ്ങനെ, അതുപോലെ തന്നെ ധനവിനിയോഗം എങ്ങനെ. ഈ കാര്യത്തിൽ കേരളം ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് 2023 CAG റിപ്പോർട്ട്. എന്തിലാ CAG റിപ്പോർട്ടിൽ പറയുന്നത്? നമുക്ക് നമ്മുടെ വരുമാന കുടിശ്ശിക 28,258.39 കോടി കുടിശ്ശിക കിടക്കുന്നു എന്ന് പറയുന്നു. അത് എന്താണ്, GSTയിൽ തന്നെ 14,000 കോടിയോളം വരുന്നു കുടിശ്ശിക. അങ്ങനെ സമാഹരണം വളരെ ഫ്ലോപ്പ് ആയ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവും. CAG റിപ്പോർട്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അടിവരയിടുന്നുണ്ട് CAG റിപ്പോർട്ട്. അപ്പൊ ആ 2.5% നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയെന്ന് ഇവരും പറയുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റും. അത് എവിടെ നിന്നാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത്? ഇനി അടുത്ത ഒരു നോമുണ്ട്. എന്താണത്? സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ്. അതുമല്ല, അതിനു മുമ്പ് വേറെ ഒന്നോടെ ഉണ്ട് പറയാൻ. 5ാമത്തെ നോമ് ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി. അതായത് ഇന്ത്യയിലെ ആകെ ഡെൻസ് ഫോറസ്റ്റിന്റെ എത്ര ശതമാനമാണോ കേരളത്തിനുള്ളത് അതിനനുസരിച്ച് നമുക്കൊരു വെയിറ്റേജ് കിട്ടും. 10% അതിന് കിട്ടാവുന്ന വെയിറ്റേജ്. ഒരു പക്ഷേ ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി എന്ന കാര്യത്തിന് കേരളത്തിന് കിട്ടിയിരിക്കാം. കാരണം കേരളത്തിന് 27%-ലധികമാണ് ഫോറസ്റ്റ് ഏരിയ, അത് കാരണം കൊണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ നോമാണ് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ് എടുക്കുമ്പോൾ കേരളം എല്ലായ്പ്പോഴും റവന്യൂ ഡെഫിസിറ്റ് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ റവന്യൂ ഡെഫിസിറ്റ് കൂടിയിരിക്കാൻ കേരളത്തിന് ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതുപോലെ സ്കൂളും കോളേജും അങ്ങനെ എഡ്യൂക്കേഷൻ സെക്ടറിൽ എയ്ഡഡ് സെക്ടറുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എയ്ഡഡ് സെക്ടർ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം എപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം ഇവിടെ ഗവൺമെന്റ് പബ്ലിക് സ്കൂൾസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പബ്ലിക് സെക്ടറിനേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. അപ്പൊ ആ പ്രൈവറ്റ് സെക്ടറിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതായത് ശമ്പളം, പെൻഷൻ ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിന്, എയ്ഡഡ് സെക്ടറിന് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് ഇവിടെ താരതമ്യേന കൂടുതലാണ്. അപ്പം ഈ പ്രോബ്ലം തീർച്ചയായിട്ടും ഫിനാൻസ് കമ്മീഷന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കാം എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത് ഒരു പ്രോബ്ലവും കൂടിയുണ്ട് ഇവിടെ നമുക്ക് മെറിറ്റ് കിട്ടുന്നത്, അതായത് 60+ പോപ്പുലേഷൻ. ഓൾ ഇന്ത്യ തലത്തിൽ 7% 60+ പോപ്പുലേഷൻ. പക്ഷേ ഈ കേരളത്തിൽ അത് ഓൾറെഡി ഇപ്പോൾ തന്നെ 18%. അത് മാത്രവുമല്ല, 2030 ആകുമ്പോഴത്തേക്കും കേരളത്തിലെ 22.8% പോപ്പുലേഷൻ 60+ ആകുമെന്നാണ് കണക്കുകൂട്ടൽ. അപ്പം നാച്ചുറലി നമുക്ക് ജെറിയാട്രി ആ വിഭാഗത്തിന് വേണ്ടി ഒരുപാട് മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാകണം ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തത് വെസ്റ്റ് ബംഗാളിലാണ്. 41,000 കോടിയിലധികം കൃത്യമായിട്ട് എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതിനകത്തില്ല. കേരളത്തിന് 37,000 കോടിയിലധികം 37,000 കോടിയിലധികം കേരളത്തിനും കിട്ടിയിട്ടുണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇങ്ങനെ കിട്ടിയതിൽ വെസ്റ്റ് ബംഗാളിന് ധനപ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിനും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരിക്കുന്നത്. വേറെ 17 സംസ്ഥാനങ്ങൾക്കാണ് കൊടുത്തത്. ഏറ്റവും കൂടുതൽ വെസ്റ്റ് ബംഗാളിന് കൊടുത്തു. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേരള സംസ്ഥാനത്തിനാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനേക്കാൾ കുറവാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാത്തതാണ് തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ആന്ധ്ര, കർണാടക ഒക്കെ. അത് മാത്രവുമല്ല, നമ്മൾ ഈ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് 2.5 2-ൽ നിന്ന് 1.91 കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ കുറഞ്ഞത്? 0.57% കേരളത്തിന് കുറഞ്ഞത്. അതേ സമയത്ത് നമ്മുടെ അയൽവാസിയായ കർണാടകത്തിന് 1.06% കുറഞ്ഞു. 14th ഫിനാൻസ് കമ്മീഷനെ നോക്കിയാൽ കമ്പയർ ചെയ്താൽ 15th ഫിനാൻസ് കമ്മീഷനിൽ 1.06 കുറഞ്ഞു കർണാടകത്തിന്. നമുക്ക് കുറഞ്ഞത് 0.57%. അപ്പോൾ ആർക്കാണ് കൂടുതൽ കുറഞ്ഞത്? കർണാടകത്തിന്. ഏകദേശം കേരളത്തിന് കുറഞ്ഞതിന്റെ ഇരട്ടി കുറഞ്ഞു. പക്ഷെ അവർക്കൊരു ധനപ്രതിസന്ധി ഇല്ല. അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ കൊണ്ടല്ല ധനപ്രതിസന്ധി ഉണ്ടാകുന്നതിന് ഒരൊറ്റ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും കേരളത്തിലല്ലാതെ ധനപ്രതിസന്ധി ഇല്ല. അതുപോലെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ വെസ്റ്റ് ബംഗാള്, പഞ്ചാബ്, കേരള, ഈ 3 സംസ്ഥാനങ്ങൾക്കാണ് കടുത്ത ധനപ്രതിസന്ധി ഉള്ളത്.
അതിൽ വെസ്റ്റ് ബംഗാളിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തതാണ്. ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷന്റെ അവർ ആ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ അത് ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ എല്ലാവർക്കും കുറഞ്ഞു, പോപ്പുലേഷൻ കുറഞ്ഞതുകൊണ്ട്. പക്ഷെ ഈ ഡെവല്യൂഷൻ വഴി അവർക്ക് ആർക്കും ധനപ്രതിസന്ധി ഉണ്ടായിട്ടില്ല. കേരളത്തിന് മാത്രം ധനപ്രതിസന്ധി എന്ന് പറയുമ്പോൾ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ കേരളത്തിന് എങ്ങനെ അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രം സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഒരടി കൊടുത്തിട്ടില്ല. പക്ഷേ അത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷന്റെ കാര്യത്തിലാണ്. അല്ലാതെ അടിച്ചിട്ടുണ്ട് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ, കേരളത്തെ മാത്രമല്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് സെസ് ആൻഡ് സർചാർജസ്. അപ്പൊ ഈ സെസ് ആൻഡ് സർചാർജസ് എങ്ങനെയാണ്? ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സെസ് എന്ന് പറയുന്നത് എ ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടാക്സ് ഓൺ ടാക്സ് തന്നെയാണ് സർചാർജ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ സേവനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങളിൽ സെസ് ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ സെസ് എന്ന് പറഞ്ഞാൽ 2017-18 22-23 ഇടയ്ക്ക് 133% ഇൻക്രീസ് ആണ് സെസ്സിൽ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഈ സെസ് 133% വർധന ഉണ്ടായി. അതുപോലെ തന്നെ സർചാർജിലും വലിയ വർധന ഉണ്ടായി. അതാണ് ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 15,40,000 കോടിയാണ് സെസ്സും സർചാർജും വഴി 2014-15, 2023-24 ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് കേന്ദ്രം പിരിച്ചത് 15,40,000 കോടി സെസ് ആൻഡ് സർചാർജ്. ഇത് അങ്ങനെ പിരിക്കാതെ നികുതിയായി പിരിച്ചിരുന്നെങ്കിൽ അത് സെൻട്രൽ പൂളിൽ വരും. സെൻട്രൽ പൂളിൽ വരുന്നത് നികുതിയാണ്. അതേസമയത്ത് സെസ്സും സർചാർജും സെൻട്രൽ പൂളിൽ വരില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ സെസ്സും സർചാർജും കേന്ദ്രത്തിന് പിരിക്കാം, സംസ്ഥാനത്തിന് പിരിക്കാം. പക്ഷെ കേന്ദ്രം പിരിക്കുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒന്നിച്ച് നടത്തുന്ന പ്രോഗ്രാം, ഷെയർ ചെയ്ത് നടത്തുന്ന പദ്ധതികളുടെ ഫിനാൻസിങ്ങിന് വേണ്ടി വേണം അത് ഉപയോഗിക്കാൻ എന്നുണ്ട്. അപ്പോൾ കേന്ദ്രം എന്താണ് ചെയ്തത്? സെസ് ചാർത്തി കൂടുതൽ സെസ് ചാർത്തുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ പ്രതിസന്ധിയിലാകുന്നത്? അവർക്ക് നികുതി ചുമത്താനുള്ള സാധ്യത കുറയും. കേന്ദ്രം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കേസ് തന്നെ എടുക്കാം. കേന്ദ്ര നികുതിയുണ്ട്, അതിന്റെ കൂടെ തന്നെയാണ് സെസ്, പെട്രോളിയം സെസ്, ഡീസൽ സെസ് രണ്ടുമുണ്ട്. ആ രണ്ട് സെസ്സും ഇതും നിൽക്കുമ്പോഴാണ് വേണം സംസ്ഥാന ഗവൺമെന്റിന്റെ, ഇപ്പൊ GST കയറാത്ത ഉൽപ്പന്നങ്ങളാണല്ലോ പെട്രോളിയവും ഇതും. അപ്പൊ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ കയറാത്തതായത് കാരണം സംസ്ഥാനത്തിന് നികുതി ചെലുത്താം. പക്ഷെ ഓൾറെഡി കേന്ദ്രം വലിയ തരത്തില് നികുതിയും സെസ്സും ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതിനു മുകളിൽ വേണം സംസ്ഥാനം നികുതിയും സെസ്സും ഏർപ്പെടുത്താൻ. അപ്പൊ സംസ്ഥാനത്തിന് പരിമിതിയുണ്ട്. അങ്ങനെയാണ് പലതിനും കേന്ദ്രം സെസ്സും നികുതിയും ചുമത്തി, അതിന് മുകളിൽ സെസ്സും ചുമത്തി. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനോ സെസ് ചുമത്താനോ ഉള്ള ആ ഒരു സാധ്യത സപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വിഭവ സമാഹരണം നടത്താനുള്ള ഒരു സപ്രഷൻ, അതിനെ ഒന്ന് അടിച്ചമർത്തുക. അതാണ് കേന്ദ്രം വലിയ തോതിൽ സെസ്സും സർചാർജും ചെലുത്തിക്കൊണ്ട് നടത്തുന്നത്. അധാർമികമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെ മെമ്പറായിരുന്ന ഒരു കമ്മിറ്റി ഇത്രയധികം സെസ്സും സർചാർജും ചുമത്തുന്നത് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് അങ്ങനെ വലിയ തോതിൽ, അതായത് ഈ കാലഘട്ടത്തിനിടയ്ക്കാണ് ഇത്രയധികം സെസ്സും സർചാർജും വന്നത്. അതുകൊണ്ടാണ് ബാലഗോപാൽ പറഞ്ഞത് 15,40,000 കോടിയാണ് സെസ്സും സർചാർജുമായിട്ട് കളക്ട് ചെയ്ത്. അത് നികുതിയായിട്ടായിരുന്നെങ്കിൽ സെൻട്രൽ പൂളിൽ വരും. സെൻട്രൽ പൂളിൽ വരുമ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷനിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഷെയർ കിട്ടുമായിരുന്നു. എങ്കിൽ പോലും കേരളത്തിന് 20,000 കോടി അങ്ങനെ കിട്ടുമായിരുന്നു എന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അപ്പം കേന്ദ്രം സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നില്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, കേന്ദ്രത്തിനും പറ്റില്ല. സമ്മർദ്ദത്തിലാക്കുന്നു, അതായത് വലിയ തോതിൽ സെസ്സും സർചാർജും ഇമ്പോസ് ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിനും ഉള്ള സാധ്യതകൾ വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ആ തരത്തിൽ സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതല്ലാതെ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ അനുസരിച്ചല്ല സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിൽ ഈ ഒരു വശം, ഈ സെസ്സിന്റെയും സർചാർജിന്റെയും വശം അതാണ് ബാലഗോപാലിന്റെ, അതായത് നമ്മുടെ കേരളത്തിന്റെ
എന്താ പറയുക അഡ്വക്കേറ്റ് സുപ്രീം കോടതിയുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ, അതുപോലെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ ഇതിനെ പ്രതികൂലിച്ച്, അതായത് കേന്ദ്രം വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സംസ്ഥാനങ്ങളെ എന്ന് പറയുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു നാഷണൽ എന്താ പറയുക NIPAP, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയുടെ അവരുടെയൊക്കെ പഠനങ്ങളിലൊക്കെ കാണും അത്. അപ്പൊ അവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും കപിൽ സിബൽ വാദിക്കുക. അങ്ങനെ വാദിക്കുമ്പോൾ ഇതൊക്കെ പുറത്തു വരും. അങ്ങനെ ആവുമ്പോൾ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി, അതായത് സെസ്സും സർചാർജും ചാർത്തുന്നത് നിങ്ങൾ കുറച്ച് കുറയ്ക്കണം എന്ന് കേന്ദ്രത്തോട് തീർച്ചയായിട്ടും സുപ്രീം കോടതി പറയാനാണ് സാധ്യത. പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ ഇഷ്യൂ എന്നപ്പോൾ അവരത് മറയ്ക്കും, അവരത് സപ്രസ് ചെയ്യും. കാരണം സെസ്സും സർചാർജും കണ്ടമാനം അടിച്ചേൽപ്പിക്കുന്നു, അത് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് വിളിച്ചു പറയാൻ അവർ തയ്യാറാവില്ല. അങ്ങനെയായി ഇന്നലത്തെ ചർച്ച പരാജയപ്പെട്ട് കാണും. അഥവാ ഇക്കാര്യം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശ്രീ ബാലഗോപാൽ പരാജയപ്പെട്ട് കാണും. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഒക്കെയാണ്. എന്തായാലും ഇതിനകത്ത് നമുക്ക് കുറച്ചൊക്കെ ഗെയിൻ ഉണ്ടാകും. ധനപ്രതിസന്ധിക്ക് അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ഒരുപോലെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളൂ കേന്ദ്രത്തിന്റെ സെസ്സും പിന്നെ സർചാർജും വഴി. അല്ലാണ്ട് കേരളത്തിന് മാത്രമായിട്ട് ഒരു പ്രതിസന്ധിയും അതുവഴി ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ റവന്യൂ മൊബിലൈസേഷനുള്ള ചാൻസസിലെ ഒരു സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്രത്തിന് പറ്റി. ആ അർത്ഥത്തിൽ കേന്ദ്രവും കൂടി നമ്മുടെ ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എന്ന് നമുക്ക് പറയാം.